യഹോവാ ദൈവം വിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. പഴയ കാലത്ത് പാടി സന്തോഷിക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ എടുത്ത് പ്രാർത്ഥിച്ച് പാടി സന്തോഷിക്കുമ്പോഴാണ് ഒരു ശക്തിയും ബലമൊക്കെ വരുന്നത്. അതിനകത്ത് പല ഇതിനകത്ത് ലാസ്റ്റ് ചാൻസ് ഇങ്ങനെ പറയുന്നത്, നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ, ജയ ജയ കാഹളം ഊതിടുവാൻ ജയ ജയ കാഹളം ഊതിടുവീൻ ജയവീരനാം യേശുവിനെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമ്മൾ അങ്ങോട്ട് ഉയർത്തുമ്പോ രാജാവുള്ളിടത്ത് രാജ്യ കോലാഹലം അവരുടെ മധ്യേ ഉണ്ടെന്നാണ്. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കളൊക്കെ ചിതറിപ്പോവും. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതിരിപ്പൻ. ദൈവത്തിന്റെ വചനം പറയുന്ന 1 തെസ്സലോനിക്കല് 4:16 എല്ലാ ഫ്യൂണൽ സർവീസിനും വായിക്കുന്ന വാക്യമാണ്. പക്ഷെ നമ്മൾ അത് എപ്പോഴാ വായിക്കേണ്ടേ? നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് വായിക്കേണ്ടത്. നമ്മൾ ഇതൊക്കെ പൂണൽ കഴിഞ്ഞ് തോന്നുമ്പോൾ പൂണലുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിത് വായിക്കേണ്ടി വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് മെസ്സേജ് എന്നതൊന്ന് വേറൊരു കാര്യം അതിനൊന്ന് ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് വചനം പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ആയിരിക്കും. ഈ വചനങ്ങളൊക്കെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടേ? അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക്, ആദ്യത്തെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. 3 ശബ്ദമാണ്. ഹല്ലേലൂയ. ഒന്ന് ഗംഭീരനാദം, രണ്ടാമത്തേത് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാകുന്ന കർത്താവെ, ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി, സർവശക്തനായ ദൈവമായി ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ സ്തോത്രം. കർത്താവെ, നിന്റെ നാമത്തിൽ 2-3 പേർ കൂടുന്നിടത്ത് വാക്തത്വം പോലെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവമായി, സർവ്വത്തിനും ഉടയവനും നാഥനുമായ ദൈവമായി, സർവ്വ സൈന്യാധിപനായി, സൈന്യങ്ങളുടെ ദൈവമായി ഹോവ നമ്മോടുകൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്ന വചനപ്രകാരം നീ ഞങ്ങളുടെ മധ്യവാക്തത്വം പോലുള്ളതിനാൽ സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചാട്ട്. കർത്താവെ, നിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം. കർത്താവെ, ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ, പ്രത്യേകിച്ച് മധ്യേഷ്യയിലെ ഗൾഫ് നാടുകളിലൊക്കെയുള്ള പ്രിയമക്കളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, നീ അറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു രോമം പോലും കർത്താവെ പൊഴിഞ്ഞു പോകില്ല കർത്താവെ. നീ അത് എണ്ണപ്പെട്ടിരിക്കുന്നുള്ള വചനപ്രകാരം കർത്താവെ, നീ ഞങ്ങളുടെ കർത്താവും ദൈവമായി കർത്താവെ. അന്ന് വരെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ വഹിച്ച ദൈവം ഇനിമേലാലും നടത്തുവാൻ ശക്തനായി. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അതിന്റെ മധ്യേ ഉണ്ട്. അത് കുലുങ്ങിപ്പോകയില്ല. പർവ്വതം കുലുങ്ങിയാലും ഹല്ലേലൂയ ഭൂമി ഇലകിയാലും അതിന്റെ ഒന്ന് വെള്ളം വിരിച്ച് കലങ്ങിയാലും ഭയപ്പെടുകയില്ല എന്ന് വചനപ്രകാരം കർത്താവെ. ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ വേണ്ട ദൈവകൃപ എല്ലാ മക്കളും വ്യാപരിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിപ്പോലെ ആകയാൽ പാരിടമാകയിലാകിലും നാം ഇനി ഭയപ്പെടുകയില്ല കർത്താവെ. ഉറപ്പും ധൈര്യവും ബലവും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കാതെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിന്റെ ശബ്ദം ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, ശക്തിപ്പെടുവാനെല്ലാം ഞങ്ങളെ സഹായിച്ചാട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ നാമത്തിൽ അവിടുത്തെ കാത്തുകൊള്ളുന്നതിനായി സ്തോത്രം. എല്ലാ മാനവമഹത്വം കൃപ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിക്കും. മാനവമഹത്വം കർത്താവിന് ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധ്യാനമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ പറഞ്ഞ ലോകാവസ്ഥാനത്തോളം മത്തായിൽ എഴുതിയിരിക്കുമ്പോഴേ, യുഗാവസ്ഥാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്, ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ആ വാഗ്ദത്തമാണ് നമ്മുടെ ഉറപ്പും ധൈര്യമുള്ള. നമ്മുടെ ഉള്ളിൽ ഭാരപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നിരാശപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ആയുധമാണ് ഈ നിരാശ എന്ന് പറയുന്നത്. അവൻ ഇങ്ങനെ എങ്ങനെങ്കിലും നമ്മുടെ ആ ധൈര്യം അങ്ങ് ചോർത്തി കളയാൻ നോക്കും.
ഏത് വിഷയം, ചില വിഷയങ്ങൾ വരുമ്പോഴേ നമ്മുടെ ധൈര്യം അങ്ങ് ചോർന്നു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഈ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലരാണ് ഈ ധൈര്യം എല്ലാം തോന്നുമ്പോഴാ ഇനി പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നത്. അവരുടെ പിന്നെ അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് പറയുന്നത് ഡിപ്രഷൻ എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതൊന്നും നമുക്ക് വരാൻ പാടില്ല. നമ്മളെ തന്നെ അങ്ങ് ആശ്വസിപ്പിക്കുക, ബലപ്പെടുത്തുക. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ആ ശബ്ദം നമ്മളൊന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം പോലെ. ഈ ശിശുമാരൊക്കെ ആണെങ്കിൽ കർത്താവിനെ കുറിച്ച് കഴിഞ്ഞു പാടപ്പാരം മുറിയിൽ അടച്ചിട്ട് ഇനി എന്തോ സംഭവിക്കുന്നെന്ന് പറഞ്ഞോണ്ട് ആകെ ക്ലോസ്ഡ് മൈൻഡായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഹല്ലേലൂയ അവരുടെ മധ്യ വരുന്ന കർത്താവ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ളപ്പോഴേ നമ്മുടെ ദൈവം ആകാശ മേഘങ്ങളിൽ വെളിപ്പെടും, സകലരും അവനെ കാണും. ഹല്ലേലൂയ. അതാണ് ഈ ആർപ്പുവിളി അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജ് ഇത് നമ്മുടെ കർത്താവ് തന്റെ കാന്തയെ ചേർക്കാൻ വരുന്ന രഹസ്യ വരവിനെ പറ്റിയാണ് നമ്മൾ 1 തെസ്സലോനിക്കൽ 4 അധ്യായത്തിന് 16 വായിച്ചത്. ഇവിടെയാണെങ്കിൽ ഈ മാരേജിന്റെ ഉള്ള ഒരു ആർപ്പുവിളിയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ കുരവയിടുമല്ലോ, ഈ മാരേജിനൊക്കെ കുരവയിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർപ്പുവിളി. മണവാട്ടി മണവാളനും എന്ത് ചെയ്യാ, ഇറങ്ങി വരാനുള്ള ഒരു ആർപ്പുവിളി. അതാണ് ഈ ഘോഷം. ഹല്ലേലൂയ. പിന്നെ അതിന്റെ കൂടെ ഒരു യുദ്ധസമാനമായ ഒരു സാന്നിധ്യമാണ് അവിടെ വരുന്നത്. ഈ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് യുദ്ധത്തിനുള്ള കാഹളമാണ്. ഈ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? ഈ ബൈബിളിൽ നമുക്കത് പ്രത്യേകിച്ച് അത് പേരവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് മീഖായേലാണെന്നുള്ളത് അവിടെ നമുക്കൊരു സൂചന കിട്ടുന്നുണ്ട്. യൂദായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം ഒരു അധ്യായമല്ല ഉള്ളൂ. അതിന്റെ 9-ാം വാക്യത്തിലെ പ്രധാന ദൂതനായ മീഖായേൽ ഇല്ലേ, അങ്ങനല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു ഒതിക്കുമ്പോൾ ഒരു ദൂഷണഭീതി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴീ മീഖായേല് ഇവിടെ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മറ്റു ദൂതന്മാരെ എല്ലാം വിളിച്ചു കൂട്ടുക. ആർപ്പുവിളിയുണ്ട്, മര്യാദന് പുറപ്പെടുക, അങ്ങനെ ഒരു ആർപ്പുവിളി. അതിന്റെ കൂടെ ദൂതൻ ഒരു കാഹളം ഊതുക, റോയൽ ട്രംപറ്റ്. മറ്റു ദൂതന്മാരെ എല്ലാം വിളിക്കുക. എന്തിനാ? ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെ ഹല്ലേലൂയ തന്റെ മക്കളെ എന്ത് ചെയ്യണം? വിളിച്ച് ചേർക്കണം. 4 ദിക്കിലേക്ക് ദൂതന്മാരെ അയക്കുക. ഓരോവർക്കും ഓരോ ദൂതന്മാരുണ്ട്. നമ്മുടെ ദൂതൻ ദൈവത്തിന്റെ മുഖം നമ്മുടെ ദിവസവും കാണുന്നോണ്ട് അവരെ തുച്ഛീകരിക്കരുതെന്ന് വചനവുമുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങളൊന്നും നിന്റെ സഹോദരന്മാർക്കെതിരെ ഒന്നും പറയരുതേ. അവരുടെ ദൂതൻ അവരുടെ മുഖം എന്ത് ചെയ്യുക? ദിവസവും കാണുന്നു. അപ്പൊ നമ്മൾക്ക് വേണ്ടിയുള്ള ആ ദൂതനെ ദൈവം അവിടുന്ന് എന്ത് ചെയ്യും? നമുക്ക് അയച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുക? അതിനുള്ള ആ കാഹള ശബ്ദമാണ് ഈ പ്രധാന ദൂതന്റെ ആർക്കേൽ എന്ന് പറയും. ആർക്കേഞ്ചൽ. ആ പ്രധാന ദൂതന്റെ മീഖായേൽ അങ്ങോട്ട് ശബ്ദം അങ്ങോട്ട് കൊടുക്കും. 3 കാര്യം അവിടെ നടക്കുന്നത്. ഒന്നൊരു മഹാഘോഷം, പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദം, പിന്നെന്താണ്? ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നതാണ് ഈ മരിച്ചവരെയൊക്കെ എന്ത് ചെയ്യുക? ഉയർപ്പിക്കുന്നത്. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. നമ്മളെ അങ്ങോട്ട് പേർ ചൊല്ലി കർത്തൃ കാഹളം യുഗാന്തി വിളിക്കുമ്പോൾ പേർ വിളിക്കും, നേരം കാണുന്നതിന്റെ പേര്. ഹല്ലേലൂയ. ആ പേർ വിളിക്കുന്ന നമ്മുടെ പേരിങ്ങോട്ട് വിളിക്കുക. ലാസറേ പുറത്തു വരിക. ആ ദൈവത്തിന്റെ ആ കാഹള ശബ്ദമാണ് മരിച്ചവരെ എന്ത് ചെയ്യുക? നമ്മുടെ ഓരോരുത്തരെയും പേര് ലിസ്റ്റ് എവിടെ ഇരിക്കുന്നേ? പുസ്തകം അങ്ങോട്ട് തുറക്കും. ഹല്ലേലൂയ. ഓരോരുത്തരും പേരായിട്ട് എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാ ഓരോ ദൂതന്റെ കയ്യിലുമായിട്ട് ആ കാഹള ശബ്ദം ദൈവത്തിന്റെ സെക്കൻഡിനകം എല്ലാവരെയും ഇവിടെ കയറി വരുവീൻ എന്നുള്ള ആ ശബ്ദം. ഹല്ലേലൂയ. എന്ന് ആ ശബ്ദം കൂടെ അങ്ങോട്ട് കേൾക്കുമ്പോഴേ ഈ മരിച്ചവരൊക്കെ എന്ത് ചെയ്യുക? കല്ലറ വിട്ട് ലാസർ കല്ലറ വിട്ട്. അതാണ് എക്സാമ്പിൾ. ലാസറിനെ ഉയർപ്പിച്ചതിന്റെ ദൈവനാമം മഹത്വത്തിനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ അത് എത്ര നാറ്റം വെച്ച് ഡീക്കെ ആയെന്ന് പറഞ്ഞാലും ആ ശരീരം എന്ത് ചെയ്യും? ഈ കാഹളനാദത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ആ ഉറപ്പാണ് കർത്താവ് എന്ത് ചെയ്യുക? ലാസർ ഉറപ്പിച്ചുകൊണ്ട് ഭൂമി വന്ന് തെളിയിച്ച് കാണിച്ചത്. ഹല്ലേലൂയ. പിന്നെ
ആ ശബ്ദം അങ്ങോട്ട് കേട്ടുമ്പോഴും മരിച്ചവരെല്ലാവരും, ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാം മരിച്ചവരും വരുന്നില്ല അവിടെ. അവരെ അന്ത്യ ന്യായവിധിയിലേ വരുത്തുള്ളൂ. ഒന്നാം പുനരുത്ഥാനത്തിലെ പങ്കുള്ളവർ, അതാണ് ഭാഗ്യവാന്മാരും വിശുദ്ധരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ആ വിളിക്കുന്ന സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് നമ്മളെ കൊണ്ടുവന്ന് ആ രഹസ്യ വരവിൽ എന്ത് ചെയ്യുക, കർത്താവ് വിളിച്ച് നമ്മളെ എടുക്കുക. അപ്പോഴാണ് പറയുന്നത്, ആ കാഹളത്തിന് പറയുന്നത് അന്ത്യകാഹളം. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന് കൊരിന്ത്യർ 15 എഴുതിയിട്ടുണ്ട്. 15:52 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണി വെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ അനൗൺസ്മെന്റ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ കാഹളം എന്ത് ചെയ്യുക? ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. ആ കാഹളം അങ്ങോട്ട് ധ്വനിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ മരിച്ചവർ അങ്ങ് ഉയർത്തും. അതാണ് ഈ മരിച്ചവർക്ക് ഉയർപ്പിക്കുക. പിന്നെ ഈ ജീവനോട് ശേഷിക്കുന്ന നാം എന്ത് ചെയ്യുന്ന അറിയാമോ? രൂപാന്തരപ്പെടും. ഏലിയാവ് ചുള്ളിക്കാട്ടില് രൂപാന്തരപ്പെട്ടില്ലേ? ആ കർത്താവ് തന്നെ മരുവ മലയിൽ പോയപ്പോഴേ അവിടെ ഒരു രൂപാന്തരം സംഭവിച്ചു. അടുത്ത എക്സാമ്പിള് പൗലോസ് അപ്പോസ്തലന് പറയുന്നുണ്ട്, ഞാൻ ശരീരം കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. 2 കൊരിന്ത്യർ 14-ാം അധ്യായത്തില് ഞാൻ എന്ത് ചെയ്തു? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. 1-ാം സ്വർഗം 2-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയിച്ച് വന്നെന്ന്. അതാണ് ഈ രൂപാന്തരപ്പെടുക എന്ന്. ഫിലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു? ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ലോ. നമുക്ക് ഉറപ്പിന് വേണ്ടി ദൈവം എന്ത് ചെയ്യുക? കർത്താവ് എഴുതി വെച്ചിരിക്കുക. ഈ കാഹളശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോൾ മരിച്ചവരും പിന്നെ നാം എന്ത് ചെയ്യുക? ക്രിസ്തുവിലുള്ള നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ആ രൂപാന്തരപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിതിൻ എക്സ്പ്രാഷൻ നാം എല്ലാവരും എന്ത് ചെയ്യുക? അന്ത്യകാഹളത്തിങ്കൽ കണ്ണിമെക്കുന്നതിനിടയില് നാം രൂപാന്തരപ്പെടും. ഇതിന് ഈ കാര്യം സംഭവിക്കണമെങ്കിൽ അതിന്റെ 2 കൊരിന്ത്യർ 4 എഴുതിയിട്ടുണ്ട്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയുന്നതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലായിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യധനം ഞങ്ങൾ കിട്ടുവാനിടയാകും. അപ്പൊ ഇവിടെ ഒരു നിക്ഷേപം ഈ മൺപാത്രത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം രൂപാന്തരപ്പെടുകയുള്ളൂ. മരിച്ചവരേതായാലും മരിച്ചുപോയി. ഇനി ജീവനുള്ളവരോടെങ്കിലും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്, ആ നിക്ഷേപം, ഈ അത്യന്ത ശക്തി നമുക്കുള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സംഭവിക്കും, രൂപാന്തരപ്പെടും. പക്ഷേ അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാഹളശബ്ദം അങ്ങോട്ട് കേൾക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ മിസൈലിനൊക്കെ എന്താണ് പറയുന്നത്, അമേരിക്കൻ മിസൈലൊക്കെ ഇല്ലേ, അതിന് തീ പിടിക്കുന്ന മാതിരിയാ. ശക്തി അകത്തോണ്ട്. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോഴേ എന്ത് ചെയ്യാൻ നോക്കുള്ളൂ? ഈ ശക്തിയെ സാധാരണ ശക്തിയല്ല, ഒരു അത്യന്ത ശക്തിയായി. അതിന് എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമായി അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ഇംഗ്ലീഷില്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന നമ്മൾ ഈ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കും. അവിടെ പറയുന്നുണ്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ആ വ്യാപാര ശക്തിയാണ് ഇവിടെ എഫേസ്യർ 1-19 എഴുതിയിരിക്കുന്നത്. വ്യാപാര ശക്തി എന്ന് പറയുമ്പോഴേക്ക് അറ്റോമിക് എനർജി പോണക്ക സാധാരണ നമുക്കുള്ള ശക്തി അല്ല.
ഒരു ഫൈനൽ കാഹളം, അന്ത്യ കാഹളം. ഇനി പിന്നെ കാഹളം ഇല്ല. ഈ ഒരു കാഹളം കഴിഞ്ഞ ഇനി ഒരു കാഹളം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കാൻ വേണ്ടി ഒക്കെ ഇല്ലെന്ന് പറയേണ്ടതാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന അന്ത്യ കാഹളം. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കുറച്ച് കാഹളം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ന്യായവിധിക്കുള്ളതാ, നമുക്കുള്ളതല്ല. ഇനി ഒരു കാഹളം കഴിഞ്ഞ് മരിച്ചവരും എടുക്കും രൂപാന്തരപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ട. ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഗൾഫ് നാടുകളില് 4 സൈഡിൽ നിന്നും കുടുങ്ങി. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, വന്ന വഴിക്കെങ്ങാണ്ട് ദുബായ് കുടുങ്ങി, എന്താണ് ദോഹയിൽ കുടുങ്ങി കിടക്കുന്നു മലയാളികള്. അങ്ങോട്ടും പോകാനൊക്കത്തില്ല, ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. മരിക്കാൻ നോക്കിയ കഴിഞ്ഞാൽ മരിക്കാനും ഒക്കത്തില്ലെന്നാ ലാസ്റ്റില് എഴുതിയിരിക്കുന്നത്. നമ്മുടെ മഹോപദ്ര കാലത്ത് മനുഷ്യൻ മരിക്കാൻ നോക്കിയാൽ പോലും മരിക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് വലിയൊരു കുടുക്കില നമ്മൾ അകപ്പെട്ടു പോകും. എന്നാൽ അതിനു മുമ്പേ ക്രോധം കഴിഞ്ഞു പോവുള്ള അല്പസമയം ഒളിക്കുക എന്ന് പറഞ്ഞ മാതിരി എൻ്റെ മക്കളെ മോശം കൊണ്ട് കൊണ്ട് നിന്നെ ഞാൻ എന്ത് ചെയ്യാ, ഈ പാറയുടെ പിളർപ്പിൽ എന്ത് ചെയ്യും, ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ തന്റെ മക്കളെ ചേർക്കുന്നത് കർത്താവിന്റെ ആ വലിയൊരു ക്രോധ ദിവസം വരുന്നുണ്ട്. മഹോപദ്ര കാലം അവിടെ ആർക്കും പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. ആ സമയത്തേക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഒന്ന് ഒളിപ്പിക്കുക. ഇപ്പൊ നോക്കണം, നമ്മൾ ആലോചിച്ച് നോക്കും, യുദ്ധത്തിന് നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയ എന്ത് വരെ അവസ്ഥ. ആഹാരവുമില്ല, മാത്രമല്ല അവിടെ കിടന്ന് പുടപുടാന്ന് ഈ മസൈലൊക്കെ അടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നോക്കുമോ? പ്രഷർ ഉള്ളവരുടെ, ബ്ലഡ് പ്രഷർ ഉള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവിടെ നമ്മൾ ആലോചിച്ച് നോക്ക്, അവൾ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതുമാതിരിയുള്ള വലിയൊരു ന്യായവിധിയുടെ ദിവസം വരുന്നെന്നുള്ളത് കാര്യം നമ്മളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് കൂടെ അടുക്കുക, കൂടുതൽ കർത്താവേ നിന്റെ നാമത്തെ ഉയർത്തുക, ഘോഷിക്കുക. ആ അത്യന്ത ശക്തി നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പാക്കി വെക്കുക. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി എന്താ ചെയ്യുന്ന പറയാം, അവിടെ എഴുതിയിരിക്കുന്ന ഹൈപ്പർ, ഗ്രീക്കിലെ വേറെ ഹൈപ്പർബോള എന്നുള്ള പദറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒറ്റ ത്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റ് കഴിഞ്ഞു പോകണം. ഈ ഭൂമിയുടെ ഈ റോക്കറ്റൊക്കെ പോകുമ്പോൾ ഭൂമിയുടെ ഓർബിറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും കൂടിയ ഫോഴ്സാണ് ഇടുന്നത്. എന്നാലേ ഈ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഓർബിറ്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാറ്റലൈറ്റ് ഒക്കെ പിന്നെ അങ്ങോട്ട് മേപ്പോട്ട് പോകത്തില്ല, അവിടെ കിടന്ന് കറങ്ങുകയൊക്കെയാണ് ആ ഓർബിറ്റിൽ കിടന്നത്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോഴേ ഈ ഓർബിറ്റിലേക്ക് പോകുന്ന ആ ശക്തിക്കാണ് ഹൈപ്പർബോളിക് ശക്തി. ഹൈപ്പർബോള എന്ന് പറയും ഗ്രീക്കില്. ആ വേർഡാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വ്യാപരിക്കുന്ന, മലയാളത്തിലൊന്നും അതിന് വേർഡ് ഇല്ലാത്തതുകൊണ്ടാണ് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. ഹല്ലേലൂയ. ആ ശക്തി അങ്ങോട്ട് ആറ്റി മിസൈലിന് അങ്ങോട്ട് തീ പിടിക്കുന്ന മാതിരി ബട്ടൺ അമർത്തുമ്പോ ഇത് പോക്ക് കാണുമ്പോ അറിയാമല്ലോ, അയ്യോ 2000 കിലോമീറ്റർ ദൂരെ പോയി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് അത് വീഴുമെങ്കിൽ നമ്മൾ ഈ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഈ അന്ത്യകാഹളം അങ്ങോട്ട് കേൾക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോൾ ദൂതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടും. ഒരാർപ്പ് വിളി ഉണ്ടാകും. മണവാട്ടിയെ എതിരേൽപ്പാനുള്ള ഒരു ആർപ്പ് വിളി. ഹല്ലേലൂയ. ദൂതൻ കാഹളം അങ്ങോട്ട് ഊതും. ഹല്ലേലൂയ. ദൂതൻ അനൗൺസ് ചെയ്യും. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യും, കാഹളം കൂടെ ഊതും. 3 കാര്യം നടക്കുന്നു. 3 കാര്യം അവിടെ എന്ത് ചെയ്യുക, സംഭവിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം എന്ത് ചെയ്യുക, രൂപാന്തരപ്പെടുകയും ചെയ്യും. പിന്നെന്ത് ചെയ്യുക, ഈ കാഹളം കൂട്ടുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക. എല്ലാരും ഒരുമിച്ച് കർത്താവിലേക്ക്, സ്വർഗത്തിലേക്ക് അങ്ങ് പോകും. നെഹമ്യാവ് 4-ാം അധ്യായത്തിലെ നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് എങ്ങനെ എഴുതിയിരിക്കുന്ന അവിടെ ഒന്നിച്ച്, നെഹമ്യ 4-ാം അധ്യായത്തിലെ വേല വിശാലവും വേലക്കാർ ചുരുക്കവും എന്നുള്ള ആ വാക്കില്ലേ, 4-ാം വാക്യം, വേല വലിയതും വിശാലവും ആകുന്നു, നാം മതിൽമേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊള്ളുകയും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഈ കാഹളനാദം യുദ്ധത്തിനുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. ഞാൻ പറയും, ഈ പ്രധാന ദൂതം വന്നു കഴിഞ്ഞാൽ ഈ മീഖായേലിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യുദ്ധം ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലിന്റെ ഒരു യുദ്ധം പോലും ഈ മീഖായേലൊക്കെയാണ് അവിടെ റിസൈൻ ചെയ്യുന്നത്.
അവർക്ക് വേണ്ടി അവരുടെ ദൈവമായ യഹോവ യുദ്ധം ചെയ്യുന്ന പറഞ്ഞ യുദ്ധം യഹോവയ്ക്കുള്ളത്. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. അപ്പൊ നമുക്ക് വേണ്ടി അവിടെ ഒരു യുദ്ധം ചെയ്യുക ദൈവം. എന്താ യുദ്ധം ചെയ്യുന്നറിയാമോ? ഈ ആകാശ മേഘങ്ങളിൽ കുറെ ദുഷ്ടാത്മ ശക്തികളുണ്ട്, നമ്മളെ അങ്ങോട്ട് വിടത്തില്ല. ഈ ആകാശത്തിലെ ദുഷ്ടാത്മ സേന, അതാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് ആകാശങ്ങളിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ഈ ദുഷ്ടശക്തിയുടെ എല്ലാം കൂടെ മധ്യത്തിൽ കൂടെ കടന്നുപോയ ജയവീരനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് ആകാശ മേഘങ്ങളിൽ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഈ ശത്രുവിനെ ജയിപ്പാൻ നമുക്ക് ശക്തിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വലാ. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ്, അതാണ് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, പോരാടും. ആ ശത്രുവിനെ ആകാശമേള ദുഷ്ടാത്മ സേനകളെ എന്ത് ചെയ്യുക? ദൈവോട് വായിൻ ശ്വാസത്താൽ ഒടുക്കും. ഹല്ലേലൂയ. എന്നിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുക? പൊക്കി തന്റെ മണവാട്ടിയെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. പൈശാച ശക്തികളൊക്കെ ഇച്ചിരി അതിനെ അവസാനം പിടിച്ചു കിട്ടണം. അതൊക്കെ അവന് പിന്നെ പിന്നത്തെ കാലങ്ങളൊക്കെ യുവന്മാരുടെ ന്യായവിധിയാ. പിന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ന്യായവിധിക്കുള്ള കാലമാ. ഇന്ന് സഭയെ ചേർക്കുന്ന ഫൈനൽ, തന്റെ ശരീരമായ സഭ തന്റെ ജനത്തെ വിളിക്കുന്ന ആ കാഹളം, ഫൈനൽ കാഹളം, അന്ത്യകാഹളം. പിന്നെ ഒരു കാഹളം പിന്നെ നമുക്ക് വേണ്ടി ഇല്ല. ഹല്ലേലൂയ. തന്റെ മക്കൾ കർത്താവിനോടൊപ്പം എന്നേക്കുമായിരിക്കും. പിന്നെ കഥ തുറന്ന് കർത്താവേ എന്നെ കൂടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളില് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്കായിരിക്കും. കർത്താവേ ഹല്ലേലൂയ. നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് വചനത്തിൽ ഒരുകൊണ്ട് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആലയമായി നാം മാറുന്നെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിലെ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 8-ന്റെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? അവനോട് ജീവിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, ആ ഉറപ്പ്, ആത്മാവോട് സംസാരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു നീറുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കുറുകുന്നത് പോലെ കുറുക ആത്മാവ്. രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഓലോല കണ്ണീരൊഴുക്കുക മക്കൾക്ക് വേണ്ടി. ആരുണ്ട് കർത്താവേ? ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ കർത്താവേ അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാതിരി അതിനെക്കാട്ടി വലിയൊരു ദിവസം വരുന്നുണ്ട്. ആർക്ക്? കർത്താവിന്റെ ദിവസത്തെ ആർക്ക് സഹിച്ചു നിൽക്കാവുന്നതാണ് വചനം. ഹല്ലേലൂയ. കർത്താവേ അതിനായി ഒരുക്കണമേ. ഇന്ന് ജനം എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അപ്പന മൈൻഡിനനുസരിച്ച് പോകുന്നത്. അതാണ് അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയം. എന്തിക്കോസുകാരാന്നേലും കുറെ മൈൻഡും തിയോളജിയും വെച്ചോണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇതപ്രകാരം ബുദ്ധിക്ക് അനുസരിച്ച് പോവുക. അതല്ല, ദൈവത്തിന്റെ ആത്മാവനുസരിച്ച് വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുള്ള ഒരു ശബ്ദം പുറയുന്നു കേൾക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോഴേ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ കാന്തനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പരിശുദ്ധാത്മാവാണ് അതിൽ കൂടെ സംസാരിക്കുന്നത്. ഈ എലയാസർ റിബേക്കയും കൊണ്ട് പോകുമ്പോഴേ ഈ മണവാളനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, അവനെ അറിയുകയും അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഒന്ന് അനുഭവിച്ചൊന്ന് അറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവിടെ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. അത് നിമിത്തം ഞാൻ സകലവും ചവറെണ്ണുന്നു. I count it everything as rubbish. ഹല്ലേലൂയ. ബാക്കി എന്തൊക്കെയുണ്ട്? $1 ബില്യൺ ഉണ്ട്. ഈ കൊമേനിക്ക് ഏതാണ്ട് $90 ബില്യൺ ആസ്തി ഉണ്ടെന്നാ. എന്താ പ്രയോജനം? ഒരുതൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തി അവൻ എന്ത് പ്രയോജനം? എത്ര ഈ മിസൈലുകൾ എല്ലാം ഉണ്ടാക്കി അവൻ ഇങ്ങനെ വെച്ചിരിക്കുക. അവസാനം അവന് ജീവനില്ല. എന്തോ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ വിചാരിക്കും ഞാൻ അത് നേടി ഇത് നേടിയതെല്ലാം ദൈവം തന്നതേ ഉള്ളൂ. ചിലരങ്ങ് കൂട്ടി അങ്ങ് വെച്ചിരിക്കുക.
യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വർഗവും വെള്ളി എന്ത് ചെയ്യുക? കറ പിടിച്ചിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് കിടക്കുക കുമ്പനാട്. ദൈവനാമോഹത്തിനൊക്കെ ആളുകൾ കൊടുക്കുന്ന പൈസ ഒക്കെ മൂട്ടി വെച്ചിരിക്കുക. ഒരു ചർച്ചകളൊക്കെ ആണ് കോടിക്കണക്കിന് ബാങ്കിൽ ഇട്ടിട്ട് വലിയ ചർച്ച വെക്കാൻ വേണ്ടി ഇരിക്കുക. എൻ്റെ ഇടയ്ക്ക് ഈ കാഹളനാദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം? ഹല്ലേലൂയ. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് പിന്നെ ഒരു കാഹളവും ഇല്ല, ഒന്നുമില്ല, അന്ത്യകാഹളമാണ്. ഹല്ലേലൂയ. ആ പ്രധാന ദൂതന്റെ ശബ്ദം, അതൊക്കെ ദൈവം എന്ത് ചെയ്യുക? ഈ 2026 എന്ന് പറയുന്നത് ഒരു യോവേൽ സംവത്സരമാണ്. ഇവിടെ പിന്നെ ഒരു വിടുതലിന്റെ, യഹോവയുടെ പ്രസാദ വർഷം. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററെ സാക്ഷ്യം പറഞ്ഞപ്പോഴേ എന്നെ വളരെ ടച്ച് ചെയ്തു. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഇതിന്റെ ഇടയിലായിരിക്കും കാഹളനാദം നമ്മൾ കേൾക്കുന്നത്. ആർക്കറിയാം? കർത്താവിന്റെ വരവ് എങ്ങനെയാ? കള്ളനെ പോലെ, ഇല്ലേ? എന്താണ്, ഏതെങ്കിലും നാഴിക വരുന്നെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ടാകും വരുന്നേ കള്ളന്? ഇല്ല. അല്ലെങ്കിൽ നമ്മളൊന്നും എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ, എന്നാൽ ഉള്ളിൽ ഒരു ജീവനുള്ളവർ എന്ത് ചെയ്യാ? ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ പുള്ളി കേൾക്കും. ആ നിക്ഷേപം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അന്നേരം വാങ്ങിക്കാൻ പോയി കർത്താവേ എവിടാ വിൽക്കുന്നതെന്നൊന്ന് അന്നേരം കിടന്ന് അപ്പയാ കൊഴി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ കിട്ടത്തില്ല. ഈ ആത്മാവോട് ഒരു ക്രിസ്തുവിൽ വളരുക എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുവാണെങ്കിൽ, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, അവനിൽ വേരൂന്നിയും ആ പഴയ മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം നമ്മൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ അവിടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്ഥിര മാനസം നിന്നിൽ ആനന്ദിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേരൂന്നി ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ റൂട്ട് ഇങ്ങനെ ഈ മണ്ണിലോട്ട് വേരിറങ്ങി ആ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന പോലെ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അവനെ ഒന്ന് അറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അറിയണം. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഷുഡ് ബി ഇൻ us. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഒന്ന് വരണം. ആ പഴയ മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ഒന്ന് ധരിക്കണം. ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ കൂടി കർത്താവ് നടത്തി. ഒരു ദിവസം നമ്മൾ വിചാരിക്കും ഒരു ദിവസം കൊണ്ട് ഇതങ്ങ് നടക്കും, ഒറ്റ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് കർത്താവ് വചനം പറയുന്നത്, ഒരു ജാതി ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു പട്ടണം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുമോ? ഹല്ലേലൂയ. അതിനാണ് ഇന്ന് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും എക്സ്ക്യൂസ് പറയാമല്ലോ. എല്ലാവരും എവിടെയെങ്കിലും ഇതിന്റെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കും. ഒന്ന് കള്ളന് ക്രൂശ കിടന്നപ്പോ ഇതുവല്ലോ അറിഞ്ഞോ? അവനും അങ്ങോട്ട് പറഞ്ഞപ്പോഴേ അവൻ എന്ത് ചെയ്തു? നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും, സ്നാനപ്പെടുകയും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റ് കർത്താവ് ചോദിക്കും, കർത്താവിനോട് പറഞ്ഞാൽ മതി, നീ എന്നെ കൂടെ നോർക്കണേന്ന് പറഞ്ഞാൽ മതി. എന്നെ അങ്ങ് പറഞ്ഞു, നീയും ക്രൂശിൽ, അവൻ ക്രൂശിൽ കിടന്നു. ഒരു സമയം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. കള്ളൻ ക്രൂശിലായിരുന്നു. അവൻ മനസ്സിലായി, ഞാൻ ഇനി മരിക്കാൻ പോവാ. അവൻ നേരെ കർത്താവിനെ കണ്ടു. ഞാൻ അത്രയെങ്കിലും നമുക്കൊരു യോഗ്യത ഉണ്ടാകുമോ എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം. വകുപ്പും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. യുദ്ധം നടക്കുമ്പോഴേ പിന്നെ ഒന്നും നോക്കത്തില്ല, എല്ലാം നിമിഷ നേരം കൊണ്ടായിരിക്കും സംഭവിക്കാനുള്ളത് പെട്ടെന്നായിരിക്കും പിന്നെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലെ കർത്താവെ ആ ശബ്ദം കേൾക്കണം. ആ ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം അവനോട് അടുക്കുമ്പോൾ, അവനായി ദാഹിക്കുമ്പോൾ, പൗലോസ് പറയും വല്ലവിധേനയും എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ആ ദാഹം എന്നെ ഒന്ന് അറിയണം. അവന്റെ പുനരുത്ഥാനത്തിനെ ഒന്ന് ആ ഉള്ളിൽ എന്ത് ചെയ്യാം? അനുഭവിച്ചൊന്ന് അറിയണം. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം, ആശ. ആ ദാഹിക്കുന്നവൻ എന്ത് ചെയ്യാം? വന്ന് ജീവജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ. ആ ദാഹം നമുക്കില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, സ്നേഹം എല്ലാം തണുത്തു പോയിരിക്കുക. വചനം കേൾക്കാൻ ജോജി ബദറാ പ്രസംഗിക്കുന്നത്, എന്തുവാ ജോജി ബദറിന് വല്ലതും അറിയാം? അതല്ല നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും നമ്മളെ ടച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റർ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. എന്തോ അവർ പറയുന്നൊന്നും എനിക്കറിയില്ല. 1 മണിക്കൂർ സംസാരിച്ചു, പക്ഷെ ഒരു വാക്ക്, കർത്താവിന്റെ പ്രസാദ വർഷം. അത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. മേ ബി ഈ വർഷമായിരിക്കും. ഒരു റിമൈൻഡിങ് കോളാണ്.
അതാണ് പറഞ്ഞ കാഹള ശബ്ദം കേൾക്കുന്നിടത്ത് നിങ്ങൾ ഒന്നിച്ചു കൂടണം. ശബ്ദം വലിയ വലിയ എന്താ പറഞ്ഞേ PhD മെസ്സേജ് ആയിട്ടല്ലായിരിക്കും വരുന്നത്, ഒരു സൗണ്ട് ആയിരിക്കും വരുന്നത്. ഹല്ലേലൂയ. ആ ഉള്ളിൽ ആ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം. ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്, സെക്കരിയാവ് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരൂശലേം പുത്രിമാരെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനായി കഴുതപ്പുറത്ത് വരുന്നു. അവിടെ ജയശാലിയും താഴ്മയുള്ളവനും നീതിമാനും 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ കാണിക്കുക, ആ നീതിയുടെ വസ്ത്രം. അതാണ് പൗലോസ് പറയുന്നത്, എന്റെ സ്വന്തം നീതിയല്ല. എങ്ങനെയാ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം, അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയാം എന്ന് പറഞ്ഞ ഫിലിപ്പിയ ലേഖനത്തിൽ 3:20 വാക്യത്തില് 9 വാക്യത്തിലെ അവനെയും അവന്റെ കഷ്ടാനുഭവം കൊണ്ട് കൂട്ടാല്ല, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ആന്നോ? കാര്യങ്ങൾ ശരിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവം കൊണ്ട് കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും. അല്ല, മേലത്തെ വാക്യം എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള 9 വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള എന്റെ സ്വന്തം നീതിയല്ല, യേശു ക്രിസ്തുവിനെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. അതാണ് പറഞ്ഞത് സെക്കരിയ 9:9 അവൻ നീതിമാൻ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ മരിച്ചു. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ആ നീതിയാ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ നീതിയല്ല. നമ്മുടെ നീതിയല്ല എന്ത് ചെയ്യാ? കറ പുരണ്ട ക്രിംസൺ റെഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തില് കറ പുരണ്ട തുണി ക്രിംസൺ ചുമന്നിരിക്കുക. ഈ ബ്ലഡിനകത്തോട്ട് ഒരു തുണി മുക്കിയാൽ എന്താ കളർ വരുന്നത്? അതാണ് ഈ ക്രിംസൺ റെഡ്. രക്താംബരം പോലെ ചുമന്നിരിക്കുക. പക്ഷെങ്കില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മുക്കുന്ന ഒരു വസ്ത്രം എന്തായിരിക്കും അതിന്റെ കളറ്? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി അലക്കി വെളുത്തിരിക്കുക, നല്ല വൈറ്റ് ആയിട്ടിരിക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ക്രൂശിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. ഈ യഹൂദന്മാരുടെ മാരേജ് നടക്കുമ്പോഴേ ഈ മണവാളൻ ചെന്ന് മണവാട്ടിയുടെ പ്രൈസ് കൊടുക്കും. നമ്മള് തിരിച്ചാണ് ഇവിടെ സ്ത്രീധനം എന്നും പറഞ്ഞ് പുരുഷന്മാരുമായി, സ്ത്രീധനം എന്ന് പറയുന്നത് ആക്ച്വലി അതാണ്, സ്ത്രീക്ക് കൊടുക്കുന്ന ധനമാണ് സ്ത്രീധനം. അതിന് ഇവിടെ കേരളത്തിലൊക്കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ വാങ്ങിക്കുക, പുരുഷധനമായിട്ട് വാങ്ങിക്കുക, അത് നേരെ ഉരുട്ടാക്കി പോക്കറ്റിലാക്കി വെക്കുക. അതല്ല, ആക്ച്വലി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധനമാണ്. അവിടെ അവരുടെ സ്ത്രീകൾക്കാണ്, വിമൻസിനാണ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത്. നമ്മുടെ സിസ്റ്റം അല്ല. അതിന് പറയുന്നത് അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാ? വെള്ളി പൊന്ന മുതലായ അഴിഞ്ഞു പോകുന്നല്ല, ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ പ്രൈസാണ്. ഹല്ലേലൂയ. ആ രക്തത്താൽ വീണ്ടെടുത്ത് കഴുകി വെടിപ്പാക്കി നിന്നെ ഒരു നീതിമാനാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ പാപം നമ്മൾ ഉണ്ടായിരിക്കണം. മണവാളൻ അനുസരിച്ച് ഒരു മണവാട്ടി, ആ മണവാട്ടി ഉത്തമഗീതത്തിൽ പറയുമ്പോൾ സർവാംഗ സുന്ദരി, അവളിൽ യാതൊരു ഊനവുമില്ല. ആ മണവാട്ടിയാണ്. മണവാളനെ പറ്റി പറയുമ്പോൾ 10,000 സുന്ദരൻ, അവന്റെ ശോഭ സൂര്യകാന്തത്തോട്. സോങ് ഓഫ് സോളമൻ 6-ാം അധ്യായത്തിലുണ്ട്, പിന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട്, റെഫറൻസിലെല്ലാം ഉണ്ട്. അവന്റെ അതുപോണക്ക് ശോഭയുള്ള ഒരു മണവാട്ടി. ആ മണവാട്ടിയെ പറ്റി 21-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്റെ കാന്തയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? യെരൂശലേം എന്ന ഒരു വിശുദ്ധ നഗരം, ഹല്ലേലൂയ, മണവാളനായിട്ട് ഇറങ്ങി വന്നു. അതിന്റെ ജ്യോതിസ് എന്ത് ചെയ്യാം? അത്യന്തം ശോഭയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീതി പ്രവൃത്തികൾ അങ്ങോട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മളൊരു രൂപാന്തരം കർത്താവിന്റെ സ്വഭാവത്തിനനുസരിച്ച്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതിന്റെ 5-ാം വാക്യം, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ
ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, അതാണ് നമ്മളിപ്പം വായിച്ചത്. സെക്രിയാവ് 4-ാം അധ്യായത്തില് 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് എന്താണ്? അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി. ഹല്ലേലൂയ. ജയശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോഴേ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ. യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും എന്റെ പേര് ഏറ്റുപറയും. ആമേൻ. ജയിക്കുന്ന അടുത്ത ജീവപുസ്തകത്തിൽ അടുത്ത വാക്യം കൂടെ. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവന്റെ പേർ മായ്ച്ചു കൊടുക്കുക. ഓക്കെ. അപ്പം പേര് മായ്ച്ചു കളയാതിരിക്കണമെങ്കിൽ അടുത്തത് എന്ത് ചെയ്യുക? നമ്മൾ നീതിമാനായി കഴിഞ്ഞ് നമ്മുടെ പേര് മായ്ച്ചു കളയാതിരിക്കണമെങ്കിൽ നമ്മുടെ പേരെന്ത് ചെയ്യണം? നമ്മൾ ജയശാലി ആയിരിക്കണം. അങ്ങനല്ലേ? ജയിക്കുന്നവൻ എന്റെ പേര്, ഞാൻ ജയിക്കുന്നവന്റെ പേര് മായ്ച്ചു കളയില്ല. ജയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ സർവായുധ വർഗമായി നാം ധരിച്ച് ശത്രുവിന്റെ വരുന്ന ആ ഒളിയമ്പുകളെയൊക്കെ ജയിക്കണം. ശത്രു കുറച്ച് ലൈസ് കള്ളത്തരമൊക്കെ പറയും, നിരാശപ്പെടുത്തും. ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു കർത്താവൊന്നും വന്നിട്ടില്ല ഭൂമിയിൽ. ഇങ്ങനൊക്കെ ചിലർ പറയും അങ്ങ് പുനരുത്ഥാനമൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി, ഇനി ഒന്നുമില്ല, കർത്താവ് വന്നേച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള ദുരുപദേശം വരുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ, അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭകളോട് എഴുതുമ്പോൾ നിക്കോലോരുടെ കൂട്ടമുണ്ട്, ഇസബേലിനെ അംഗീകരിക്കുന്നവരുണ്ട്, പിന്നെ വേറെ എന്താണ്, ബിലയാമിനെ അംഗീകരിക്കുന്നവരുണ്ട്. ഈ ചില ദൂഷണങ്ങള് ഈ പിശാച് വന്ന് പറയും. അതിനെയൊക്കെ ജയിക്കണം. ആ സർവായുധ വർഗം കൂടി എഫേസ്യ ലേഖനം അത് ഏതധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായത്തില് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എടുപ്പാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളണം. അത് ധരിച്ച് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ വാള്, പ്രാർത്ഥനയാൽ, ഉപാസനയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ആത്മാവിന്റെ വചനം എന്ന ആത്മാവിന്റെ വാള്. അപ്പൊ നാം കർത്താവിനെ അറിയാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം നമ്മുടെ വായിലൊരു രേമയായിട്ട് മാറും. ഈ പിശാചിന്റെ തന്ത്രങ്ങളെയൊക്കെ വരുമ്പോൾ ഈ വചനം എടുത്ത് അങ്ങോട്ട് 2 ഡോസ് കൊടുക്കും. സാത്താൻ വന്നപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴും സാത്താൻ പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് കാര്യങ്ങള് സംഭവിക്കത്തില്ല. അതിന്റെ തന്ത്രങ്ങളൊന്നും അവിടെ, അതാണ് ഈ സാത്താന്റെ തന്ത്രങ്ങളെയൊക്കെ ജയിക്കണം. ആ സാത്താന്റെ തന്ത്രങ്ങളെയൊക്കെ ജയിച്ച് ജയശാലി ആയിരിക്കണം. കർത്താവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതാ. പ്രലോഭന ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമോ? നീ ദൈവപുത്രനാന്ന് ഇറങ്ങി വന്നോ? അടുത്ത വാക്യത്തിൽ പറയുന്ന താഴ്മയുള്ളവനായി കഴുതപ്പുറത്ത് അടികൊണ്ടു, ഉപദ്രവം കൊണ്ടു. ഇന്ന് ആ കൊമേനി എന്ന് പറഞ്ഞ എല്ലാ ഇസ്രായേലിനെ ഞാൻ എന്ത് ചെയ്യുക, ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞവനാ ഇന്നിപ്പോ എന്ത് ചെയ്യുന്നേ? അവന്റെ മക്കളെ എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ കച്ചവടം കഴിഞ്ഞു. ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊള്ളുമെന്ന് നാം പറഞ്ഞ. എന്നാല് കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കുക, നമുക്ക് ചിലർ അടിയൊക്കെ കിട്ടുമ്പോ ദൈവമേ ഇവന്റെ ശിഷ്യന്മാര് പറഞ്ഞ എന്താ? ഏലിയാവ് അയച്ചതുമാതിരി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഇവരെ അങ്ങ് ദയിപ്പിച്ച് കളഞ്ഞേക്കാനാ പറഞ്ഞേ. ആ ഒരു സ്വഭാവമാണ് നമ്മുടെ. ആ സ്വഭാവം ഒന്ന് മാറി, അതാണ് ആ പഴയ മനുഷ്യനെ എന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് പുതുക്കം വരുന്ന ആ പുതിയ മനുഷ്യനെ ഒന്ന് ധരിച്ചു കഴിയുമ്പോഴാണ് ആത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്ന ഒരു മിസൈൽ പോലെ. വിശ്വസിനെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി അവിടെ വ്യാപരിക്കുന്ന നേരം ആ ശക്തി കാഹള ശബ്ദം അങ്ങോട്ട് രണ്ടും കൂടെ കേൾക്കുമ്പോൾ നമ്മളെ എന്ത് ചെയ്യാം? ഒരു ഹൈപ്പർബോളിക്ക, അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി ഇങ്ങോട്ട് വന്ന് നമ്മളെ ഈ ഭൂമിയിൽ നിന്നും ത്രോ അവേ ഫ്രം ദിസ് വേൾഡ്, ബിയോണ്ട് ദിസ് ഓർബിറ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ മീനിയം ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഹൈപ്പർബോളിക് എന്നുള്ള മീനിയം. അവിടെ നിന്ന് നമ്മളെ എടുത്ത് സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഹല്ലേലൂയ. ആ ശക്തി അങ്ങോട്ട് വ്യാപരിക്കണമെങ്കിൽ, കാഹളശബ്ദമൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ കർത്താവ് ആത്മാവ് എന്താണ് ഇച്ചിരിക്കുന്നത് വഴി ഇതാ, ഇതിൽ കൂടി നടക്കുക. ആ ശബ്ദം കേട്ട് നമ്മൾ അനുസരിക്കുമ്പോൾ, അതാണ് പറഞ്ഞത്, ഇന്ന് ക്രിസ്തേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. Those who fall
following according to the എന്താണ് സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് വാതിക്കൽ നിന്ന് മുട്ടുക. ഹല്ലേലൂയ. അതാണ് വർത്താൻ വചനം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3 ഇതാ ഞാൻ വാതിക്കൽ നിന്ന് 3 ലാസ്റ്റില് ആ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ. അതാണ് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആ കല്യാണ സദ്യയുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുക. ആ കാളശബ്ദം കേട്ട് നമ്മളെ കൊണ്ട് പോയി ആദ്യം നമുക്ക് വിരുന്ന് വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇസാക്ക് എന്ത് ചെയ്തു? ആ റെബേക്കയും കൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയതുപോലെ ഹല്ലേലൂയ ആ കർത്താവിന്റെ ആ കല്യാണ സദ്യയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അവിടെ പിന്നെ നമുക്ക് അറിയത്തില്ല, ഒരു പുതിയ ശരീരമാണ്, തേജസ്സിന്റെ ശരീരമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ഒന്ന് ഉരുക്കി ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മളെ പങ്കുള്ളവരാക്കിക്കൊണ്ട് ഉള്ളതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മളെ ഒന്ന് ഉരുക്കി ഒരു എന്താണ് ഈ സ്വർണം അങ്ങോട്ട് ആലയിലിട്ട് ഉരുക്കി നല്ല പവറായി നല്ലതായിട്ട് തിളങ്ങുന്നത് മാതിരിയും കഷ്ടങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടസിദ്ധതയൊക്കെ എന്ത് ചെയ്യുക, വർദ്ധിപ്പിച്ചിട്ട് കർത്താവിന്റെ ക്യാരക്ടറിന് ഇല്ലേ. അത് ആ വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കഷ്ടത റോമലേഖനത്തില് കഷ്ടത സഹിഷ്ണുതയും ശുദ്ധത പ്രത്യാശയുളവാക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടത കർത്താവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപമാക്കി തീർക്കുക. അതാണ് കഷ്ടങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടി കടന്നു പോയിട്ടിലും ഹല്ലേലൂയ ആ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കുന്നു. നമ്മുടെ ആ ശോഭ അത് ഇല്ലേ, ഡയമണ്ട് ഒക്കെ ഇട്ട് ഒരച്ച് അങ്ങ് എത്ര ഉരയ്ക്കുന്ന അനുസരിച്ചായിരിക്കും അതിന്റെ ശോഭ. സ്വർണ്ണമാന്നേലും തിളങ്ങുന്നത് എത്രമാത്രം തീയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അത് ശോഭ. അതാണ് കഷ്ടങ്ങൾ എന്ത് ചെയ്യുക? കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുക? ഞങ്ങൾ സന്തോഷിക്കുക. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശോഭയെ വർദ്ധിപ്പിക്കുക. ആ മണവാട്ടി എത്ര ശോഭ പരിപൂർണയായിരിക്കുന്നു. 45-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അറിയാം. ആ ശോഭാ പരിപൂർണയായ ആ മണവാട്ടിയെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അവന്റെ മുഖം കണ്ട് സന്തോഷിക്കും. ഇതാ ഇവർ വെളിപ്പാട് പുസ്തകത്തിൽ എന്നാ പറയുന്നത്? ഇതാ ഇവർ കഷ്ടത്തിൽ നിന്നും ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകലെ അവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇനി സിംഹാസനത്തിൽ ഇരിക്കുന്നവനവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. ഹല്ലേലൂയ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാലാണ് നാം ആശ്വസിപ്പിച്ചു കൊള്ളേണ്ടത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അല്പകാലത്തിലെ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നാം ജീവിക്കുന്ന 40, 50, 60, 70, 80, 90, 120 മേൽ ആരും അങ്ങോട്ട് പോകത്തില്ല. അല്പകാലത്തെ എന്താണ് ഷോർട്ട് അഫ്ലിക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഞൊടി നേരത്തെ കഷ്ടതയുള്ളൂ. ഒരു ഞൊടി നേരത്തെ. നിത്യ യുഗങ്ങളാണ് നമ്മൾ കർത്താവിനോടുകൂടെ വസിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യാം? അവർ സിംഹാസനത്തിൽ ഇരുന്ന് രാപ്പകലവനെ ആരാധിക്കും. നിത്യ യുഗങ്ങൾ, ഇൻഫിനിറ്റ് യുഗങ്ങൾ കർത്താവിനെ. അത് നോക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എന്താ? ഒന്നുമില്ല, സാരമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ക്രിസ്തുവിന്റെ തേജസ്സ് നിന്റെ മേൽ ഊദിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ സിയോൻ പുത്രി ഒന്ന് ആർപ്പിടണം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്വഭാവം നമ്മളൊന്ന് ആകണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ നിന്ന് നിറഞ്ഞ് കവിന്ന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ ഒരു അനുഭവം നമുക്കൊന്ന് ഉണ്ടാകണം. എന്നാലേ ഈ കാഹള ശബ്ദം ഒന്ന് കേൾക്കുമ്പോഴേ, അതാണ് പത്രോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും. പൗലോസ് പറയുന്നത് വല്ല വിധേനയും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം എങ്കിലും ഉണ്ടാകണം.
അതിനു വേണ്ടിയാണ് ആ ക്യാരക്ടർ നമ്മൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ആ സ്വഭാവം ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ശരീരം എന്ത് ചെയ്യാം? ശരീരം ഓരോ ദിവസവും ക്രൂശിക്കുക. കർത്താവേ, ആ പഴയ മനുഷ്യനൊന്ന് ഉരിഞ്ഞു പോയി, ആ പുതിയ മനുഷ്യനെ ഒന്ന് ധരിക്കണമേ. ഹല്ലേലൂയ. എന്നിട്ട് അങ്ങനെയുള്ള ഒരു എന്താണ് പറയുന്നത് വചനം, എന്താണ് പറയുന്നത്? 50-ാം സങ്കീർത്തനത്തിലെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്ന് പറഞ്ഞാൽ ദിവസേന മരിക്കണം. ഈ പഴയ മനുഷ്യനൊന്ന് മരിക്കണം, ആ പുതിയ മനുഷ്യനെ ഒന്ന് ധരിക്കണം, ആ ക്രിസ്തു നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ. ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യും? അന്നേരം അവനോടുകൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്നത്തെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് ക്രിസ്തു നിങ്ങളോട്, എന്താ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാണ് ഒരു മർമ്മം. ഹല്ലേലൂയ. ആ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ ആ കാഹള ശബ്ദം തീർച്ചയായും നാം കേൾക്കും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി കർത്താവിനോടൊത്ത് നിത്യ യുഗം വാഴുവാൻ സഹായിക്കും. ഈ വചനങ്ങളാൽ ആശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. എസെക്കിയേൽ 37 ഒരു വാക്യമുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് യെരൂശലേമിലേക്ക്. ഹല്ലേലൂയ. ആ കാഹള ശബ്ദം കേൾക്കുമ്പോ ആ കർത്താവിന്റെ ആ മഹാദിനത്തിലെ ഹല്ലേലൂയ, അവിടെ ആ സമയത്ത് വരുന്നു. അതാണ് മത്തായി 28 അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്നുള്ള ആർപ്പുവിളി ഉണ്ടായി. ഹല്ലേലൂയ. അതാണ് കർത്താവ് ഗംഭീരനാദം. ഹല്ലേലൂയ. നാദം കേൾക്കുവാൻ സമയം ഏറ്റവും അടുത്ത് പോയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ റോമാലേഖനത്തിൽ പറഞ്ഞതുപോലെ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ശരീരത്തെ എന്റെ രാഗമോളോട് ക്രൂശിച്ചുകൊണ്ട്, ഹല്ലേലൂയ, പഴയ മനുഷ്യനെ ഉരിച്ചുകൊണ്ട് ആ പുതിയ മനുഷ്യൻ, ആത്മാവ്, പുതിയ മനുഷ്യൻ എന്ത് ചെയ്യുക? അത്യന്തം പഴയ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ നാൾക്കുനാൾ എന്ത് ചെയ്യാ? ശക്തിപ്പെടണം. അതാണ് ആത്മാവ് നീതി നിമിത്തം ജീവനായിട്ട് പോകണം. ആ പാപ നിമിത്തം ശരീരം മരിക്കുന്നതിനനുസരിച്ച് ആത്മാവ് എന്ത് ചെയ്യണം? ജീവനായിട്ട് രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കാഹള ശബ്ദം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്ന് ശ്രമിക്കേണ്ട. ഇന്ന് നാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നത് ഒന്നും വൃഥാവല്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അന്ത്യകാഹളത്തിങ്കൽ ഹല്ലേലൂയ. ആ നൊടിയിനിടയിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവിന്റെ ആ മക്കൾ രൂപാന്തരപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ നാം രൂപാന്തരപ്പെടണം. അതാണ് എനിഹൗ വല്ല വിധേനയും ആ മരിച്ചവെന്നുള്ള പുനരുത്ഥാനം ഒന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. വചനം നമ്മളെ റിമൈൻഡ് ചെയ്യാം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. രണ്ടാം മരണത്തിന് അവന് അധികാരമില്ല. ഈ അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ ഫൈനൽ കാഹളമാ. അന്ന് നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ എല്ലാം ന്യായവിധിയുടെ കാഹളങ്ങളാണ്. അതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനായി നമ്മെ സഹായിക്കട്ടെ. വചനം പറയുന്നത് പോലെ, അമ്മേക്കാരുടനായി വരുന്ന ഏത് കണ്ണും അവനെ കാണും, കുത്തിത്തുളച്ചവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രഭാത സമയം കർത്താവേ, സന്ധ്യാസമയമായിട്ട് അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളെ അങ്കി അലക്കി വെളുപ്പിച്ച് കർത്താവേ, ആ നീതിയുടെ വസ്ത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ആ സ്വന്തം നീതിയല്ല കർത്താവേ, നിന്റെ നീതി അറിഞ്ഞുകൊണ്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തുകൊണ്ട് കർത്താവേ ജീവിപ്പാൻ, ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനുരൂപമായി ജീവിപ്പാൻ കർത്താവെ നീ അവിടെ നിന്ന് ഇടയാക്കണമേ. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ
ഹല്ലേലൂയ. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുമെന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ഹല്ലേലൂയ. ആ കർത്താവേ, ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കർത്താവേ അവിടുത്തെ വേല ചെയ്യുവാൻ, ആ കാന്തയായ അടിയങ്ങളെ ഒരുക്കുവാൻ കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുള്ള മാലിന്യങ്ങൾ വിലകളെല്ലാം കർത്താവിന്റെ രക്തത്താൽ ഒന്നുകൂടെ കഴിവ് വെടിപ്പാക്കി കാണപ്പാ. നിന്റെ ഇതും പ്രസാദം കൊണ്ട് ആക്കി, നിന്റെ ശബ്ദം കേട്ട് വഴി ഇതാകുന്ന ഇതിൽ കൂടെയുള്ള നിന്നുള്ള ആ ശബ്ദം കേട്ട് കർത്താവേ ഓരോ ദിവസം അനുസരണരായി തീരുവാൻ കർത്താവേ, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ജയവീരന്മാരായി തീരുവാൻ കർത്താവേ, അസാധാരണ ശക്തികളെയൊക്കെ ജയിപ്പാൻ വേണ്ട സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവേ അനേക കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവേ നീ ഞങ്ങൾക്ക് ഇടയാകണമേ കർത്താവേ. ആ റിബേക്ക കർത്താവേ ഒട്ടകങ്ങൾക്കും ഹല്ലേലൂയ കൂടെയുള്ളവർക്കും കൂടെ കോരിക്കൊടുത്തതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സെർവിങ് മൈൻഡ് ആൻഡ് ഹ്യൂമിലിറ്റി കർത്താവേ, ഹല്ലേലൂയ, താഴ്മ കർത്താവേ ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ യുദ്ധങ്ങളും യുദ്ധസ്തുതികളൊക്കെ കേട്ട് ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു വിവിധ സ്ഥാനങ്ങളിൽ കർത്താവേ ഉണ്ടല്ലോ കർത്താവേ, അവരെല്ലാം കർത്താവേ കണ്ണിന്റെ കൃഷ്ണൻ പോലെ അവിടുന്ന് പരിപാലിച്ചാട്ട് കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു, അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് വരും. ഹല്ലേലൂയ. ഓ, ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ ബൗദ്ധമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുമെന്ന് ഞങ്ങൾ കേട്ടതുപോലെ വചനങ്ങളെ കൊണ്ട് അന്യോന്യ വചനത്തിന് പ്രകാരം ഞങ്ങൾ തമ്മിൽ കർത്താവേ ഭാരങ്ങളെ ചുമപ്പാനൊക്കെയുള്ള കൃപ തന്നാട്ടെ. ലൈനിലായിരിക്കുന്ന ഒരു പ്രിയ മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയമക്കളെല്ലാം കർത്താവ് രോഗികളായി ബലഹീനിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയച്ച് കർത്താവെ അവിടുത്തെ വചനം അയച്ച് കർത്താവെ അവിടുന്ന് വിടുവിക്കുന്നതിനായ സ്തോത്രം. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്ന കർത്താവെ. നിന്റെ നാമം ഉയരട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമമൂർത്തന എല്ലാം തീരട്ടെ കർത്താവെ. കർത്താവിനായി ജീവിച്ച് അവിടുത്തെ ഹിതം ചെയ്തുകൊണ്ട് കർത്താവ് നിത്യരാജ്യത്തിൽ കർത്താവിനോടൊപ്പം കാണുവാൻ എല്ലാവർക്കും സഹായിച്ചാട്ടെ. അതിലിരുന്ന് കർത്താവിന്റെ ദാസിക്കായ സ്തോത്രം. എല്ലാ മാനവമൂർത്തും കർത്താവിനെ ജീവിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജോയ് ബ്രദർ. ധാരാളം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ദാസനിലൂടെ.